ചേടാ എന്ത് ചെയ്യും ഞാൻ? അവര് വന്നു. എന്റെ പൊന്നു. എന്ത് ചെയ്യും ജോമി? എന്ത് ചെയ്യൂടാ? അപ്പന്മാര് വന്നാ കഴിഞ്ഞ് തീർന്ന്. അയ്യോ, എടാ അല്ല, എന്തായാലും പണി പാലും വെള്ളത്തിൽ കിട്ടിയില്ലേ? അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താ? ഇതെന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഒരിക്കലും പറയേണ്ട കാര്യമില്ല. ഞാനിത് ഇറന്നു വാങ്ങിയതാ. കുറച്ചു നേരം മുതലേ കളിക്കാൻ നോക്കി. അതിനൊന്നും അധികം ആയുസൊന്നുമില്ല. നമ്മളിപ്പോ എന്തോ ചെയ്യും? അപ്പന്മാര് വന്നാ ആർക്കും ആയുസില്ല, കൊല്ലും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എടാ, ഒരു ഐഡിയ ഉണ്ട്. കുറച്ച് റിസ്ക് ആണ്, പക്ഷെ നീ വിചാരിച്ചാൽ നടക്കും. നീ ഇപ്പൊ ഇതിന്റെ മണ്ടയ്ക്കൊന്ന് കയറണം. എന്നിട്ട് ടെറസിൽ കയറിയിട്ട് ഒറ്റച്ചാട്ടം. അയ്യോ എടാ, പേടിക്കണ്ട. താഴെ മെത്തക്കടയാണ്, നിരത്തി വെച്ച മെത്ത. അതിന്റെ പുറത്ത് ഡിസ്കനെ നീ വീഴുന്നു. ജസ്റ്റ് കയ്യോ കാലോ ഓടിയുന്നു. അതിന്റെ ചെലവ് ഞാൻ നോക്കും. എന്തായാലും നിനക്കൊരു എമർജൻസി ആണെന്ന് പറഞ്ഞാൽ അപ്പന്മാരെ മൈൻഡ് അങ്ങോട്ട് പോകും. കാരണം നീ അവരെ ചെല്ലപ്പിള്ളയാണല്ലോ. ആ ഗ്യാപ്പിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ ടോമിയെ മീനുവിനെ എവിടുന്നെങ്കിലും തൂക്കിക്കൊണ്ടുവരാടാ. ഇത് ചാടറാ നീ. എടാ വൃത്തിയായിട്ടാണ് നിന്റെ നോട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അറ്റ്ലീസ്റ്റ് കിഡ്നിയെങ്കിലും ചോദിക്കണമെന്ന്. ഇതിപ്പോ നീന്റെ ജീവനല്ലടാ ചോദിച്ചേക്കടെ. എന്റെ പട്ടിക്ക് വേണം നിന്റെ കിണ്ടി. എടാ, എനിക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് ഈ ഓഫീസും തുറന്ന് നിനക്കൊക്കെ ചുമ്മാ ശമ്പളം അണ്ണാക്കി തള്ളിക്കൊണ്ടിരുന്നത്. ഞാൻ നിനക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നീ വാ തുറന്ന് പറ. പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചു. എന്റെ പ്രധാന ടെൻഷൻ എന്താണെന്നറിയാമോ? അവര് വരണ കാര്യം എന്തോ. ആ തള്ള മേരി ആന്റി അറിഞ്ഞാൽ ഇനി എന്തായിരിക്കും? അയ്യോ, ആണോ? എപ്പ എത്തും? ഏതായാലും നിങ്ങളായിട്ട് തന്നെ വരാൻ തീരുമാനിച്ച നന്നായി. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. എത്താറായോ? ആ ശരി ശരി, അപ്പൊ വന്നിട്ട് കാണാം. അപ്പന്മാര് വരാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി കളിയൊക്കെ മാറും. കൂടെ എന്റെ നാത്തുമാരില്ലാത്തതുകൊണ്ട് ഇവന്മാർക്ക് സപ്പോർട്ട് പറയാൻ ആരും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി കളിയെല്ലാം എന്റെ കോർട്ടിലായിരിക്കും. കാണിച്ചു തരാൻ ഞാൻ. നല്ല കോഫിയിലടാ. സത്യം. എങ്ങനെയാടാ നിനക്ക് വെള്ളം ഇറങ്ങണം? എനിക്ക് ഉമിനീര് പോലും ഇറങ്ങണില്ല ഈ സമയത്ത്. അതെ, മുതലാളിമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെന്റെ കഴുത്ത് എന്തായാലും ഇറങ്ങും. അപ്പൊ അതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കാന്ന് വിചാരിച്ചതാ. നിനക്കേ കഴുത്തിറങ്ങുന്നതിന് മുന്നേ കുറച്ച് വെള്ളമെങ്കിലും തരും. കാരണം നിന്റെ അടുത്ത് അവർക്കൊരു ഇഷ്ടമുണ്ടല്ലോ. എനിക്ക് അതിനുള്ള സമയം പോലും തരില്ല. പിന്നെ അതിനും മാത്രം ഞാൻ സഹായം അവർക്ക് ചെയ്തിട്ടുണ്ടേ. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും വിചാരിച്ചു? എല്ലാം കയ്യിലിരിപ്പിന്റെ ആണ്. ലാസറ്, ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ചെല്ല്, ഇനി ഇതിന്റെ കുറവ് വരുന്നുണ്ട. ഇത്ര നേരം ജോമിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നിന്റെ മുതലാളിമാര് ഏത് നിമിഷം വേണേലും ഈ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞു വേണം. അപ്പൊ അവര് വരുമ്പോ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നുള്ള കാര്യത്തെ പറ്റി ഞാൻ ഇനി നിനക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നതിന്റെ കൂടെ നീ കട്ടയ്ക്ക് നിന്നോണം. അല്ലാതെ സമയമാകുമ്പോ കാലി മാറി അവന്റെ കൂടെ പോയേക്കരുത്. ഇന്നത്തോടെ ഇവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാവാനാണ് ചാൻസ്. നിന്റെ നിലനിൽപ്പാണ് നിനക്ക് വലുത്. ആ കാര്യം നിനക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം മേഡം. ശരി, വയ്ക്കോ. എന്തായിരുന്നു അവരുടെ പ്രശ്നം? മുതലാളിമാരും എല്ലാവരും മേടം അറിഞ്ഞു. അപ്പൊ അതിന് വേണ്ട തയ്യാറെടുപ്പ് എടുക്കാൻ പറഞ്ഞ എന്നെ വിളിപ്പിച്ച. പിന്നെ തയ്യാറെടുപ്പ് നടത്താൻ മറ്റേ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമല്ലേ പറഞ്ഞത്? അവരടുത്ത് പറ, ആനയും അമ്പാരിയും മുത്തുകുടയും മറ്റേ എല്ലാം ഉണ്ടാക്കി വെച്ചു കൊടുക്കാം. അതെ, ഞാൻ എന്തായാലും പോട്ടെ. അങ്ങൊരു സമാധാനമില്ല. അയ്യോ എന്റെ കർത്താവേ, എന്നെ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ സ്വർഗത്തിലോട്ട് എടുക്കാൻ വല്ല വഴിയുണ്ടോ? സ്വർഗത്തിൽ കൊണ്ടുപോകില്ലെന്നറിയാം, എന്നാലും നരകത്തിൽ കൊണ്ടുപോയിരിക്കും എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഈ ഭൂമിയിലും ആകാശത്തിലും ഒരേ സമയം നരകത്തിൽ കിടക്കാൻ വയ്യ.
എന്തുവാടേ ഇത് പശുത്തൊഴുത്തോ? അങ്ങനെ പറഞ്ഞ് അപമാനിക്കല്ലേ. നമ്മുടെ പശുത്തൊഴുത്തിന് ഇതിലും വലിപ്പമുണ്ട്. ഈ കൂടിനകത്തൊരു ഓഫീസ് സെറ്റപ്പ് ആക്കാനാണോ ഈ പന്നന്മാര് നമ്മുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളല്ലേ പൊടിച്ചത്? ഒരു കാര്യം ചെയ്യാം, ആ. അവർക്ക് 3 നേരം ഭക്ഷണം കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിടത്താം. അത് തന്നെയല്ല, അവര് ഒരു കല്ലെടുത്ത് നമ്മുടെ മാത്തയിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ 1000ങ്ങളുടെ മാങ്ങ നമ്മുടെ വീട്ടിൽ കിട്ടും. പിന്നല്ലാതെ ഇതൊന്നും വീട്ടുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്നതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ. അത് വേണം, അത് വേണം. ഇതെന്താ ഭാർഗവി നിലയോ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. മിക്കവാറും നമ്മൾ വരുമെന്നറിഞ്ഞിട്ടേ ഇവന്മാരുടെ സ്വഭാവം അനുസരിച്ചിട്ട് എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടുക. അത് കറക്റ്റാ പറഞ്ഞത്. മൊത്തത്തിലൊരു സെറ്റപ്പ് അത്ര പോരാ അല്ലേ? ഏയ്, ആ ആങ്ങളമാർ രണ്ടുപേരും കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. പിന്നെ എന്നാ മുടിഞ്ഞ ട്രാഫിക്കാ. ഇത്രയും വലിയ സിറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യന് വണ്ടിയിലൊന്നും പോകാൻ അല്ലെങ്കിൽ പിന്നെ എന്നാ പ്രയോജനം? ഈ ബ്ലോക്കിൽ കിടന്ന് ജീവിതം കളയാനാണോ എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് ശരിയാ. ആദ്യം ഹൈ റേഞ്ചിൽ നിന്ന് വന്ന സമയത്ത് എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയാ തോന്നിയത്. പക്ഷെ കുറച്ചു നാൾ ഇവിടെ നിന്ന് കഴിയുമ്പോഴേ നമുക്കൊക്കെ ഈ നാടങ്ങ് ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുമെന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ നാടും ആ പച്ചപ്പും ഹരിതാവയും കച്ചവടവും ഒക്കെ ആയിട്ട് പോകുന്നതാണ് നമുക്കിഷ്ടം, അല്ലേ? പിന്നല്ല. ശരി, എന്നാ വന്ന കാലിൽ നിൽക്കാതെ നമുക്ക് അകത്ത് കയറി ഇരിക്കാം. ഓ, ഇരിക്കാലോ. നേരെ മേരിമേടത്തെ റൂമിലേക്ക് പോയേക്കണേ. ഇനി അവിടെ വെച്ച് എനിക്ക് ബാക്കി ചർച്ച മുഴുവൻ. അപ്പോ മറ്റേ ഇത് കഴിഞ്ഞ് വിചാരണ, ഇനി വിധി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ഏകദേശം അങ്ങനെയൊക്കെ പറഞ്ഞു. ടോമി തെണ്ടി ആ മീനും തെണ്ടിയായിട്ട് ഒളിച്ചോടിയത് കാരണം ഞാനാണ് പെട്ടത്. എടാ, എന്നെ കൊല്ലാതിരിക്കാൻ എന്തെങ്കിലും വഴിയുള്ളതായിട്ട് തോന്നുന്നുണ്ടോടാ? ഇല്ലല്ലേ? യോ, വിധി പ്രഖ്യാപനത്തിന് പോവാ.